2026 ഫെബ്രുവരിയിൽ നടന്ന PSC പരീക്ഷയുടെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഒരു ലായനിയുടെ pH മൂല്യം 3 ആണെങ്കിൽ അതിൻ്റെ ഹൈഡ്രോണിയം അയോൺ ഗാഢത എത്രയായിരിക്കും? ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസർ, 1.0 × 10⁻³ m. ഓപ്ഷൻ എ 1.0 × 10⁻³ m. 19ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ജോഡികളിൽ സമ ഇലക്ട്രോണിക വർഗ്ഗങ്ങളായത് ഏതൊക്കെയാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ശരിയായത് രണ്ടാമത്തെ ഓപ്ഷനും മൂന്നാമത്തെ ഓപ്ഷനുമാണ്. അതുകൊണ്ട് തന്നെ ആൻസർ ഓപ്ഷൻ ബി 2 and 3. ഇനി 20ാമത്തെ ക്വസ്റ്റ്യൻ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2005 നിന്നാണ് കൊടുത്തിരിക്കുന്നത്, 2025 ആണത്. ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്ന മിസ്റ്റേക്കാണ്. 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി 2025 പ്രഖ്യാപിച്ച ഏത് മിഷനാണ് ഇന്ത്യയുടെ അയൺ ഡോം പോലുള്ള പ്രതിരോധ സംവിധാനമായി വിശേഷിപ്പിക്കപ്പെടുന്നത്? 4 ഓപ്ഷൻസ്: മിഷൻ വജ്ര, മിഷൻ ചക്ര, മിഷൻ സുദർശൻ ചക്ര, മിഷൻ ത്രിശൂൽ. എൻ്റെ ആൻസർ ഓപ്ഷൻ സി, മിഷൻ സുദർശൻ ചക്ര. 21ാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ സ്കിൻ ബാങ്ക് എവിടെ ആരംഭിച്ചു? 4 ഓപ്ഷൻസ്: എ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴ, ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഓപ്ഷൻ സി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട്, ഡി ഇവയൊന്നുമല്ല. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം. 22ാമത്തെ ക്വസ്റ്റ്യൻ, ടോയ്ലറ്റുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നതും മനുഷ്യ മാലിന്യങ്ങൾ അടങ്ങിയതുമായ മലിനജലമാണ്. 4 ഓപ്ഷൻസ് ആണ്. എ ഗ്രേ വാട്ടർ, ബി റെഡ് വാട്ടർ, സി ബ്ലാക്ക് വാട്ടർ, ഡി ഇവയൊന്നുമല്ല. എൻ്റെ ആൻസർ സി ബ്ലാക്ക് വാട്ടർ. 23ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണ്? 4 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. പ്രകാശവർഷം, റേഡിയൻ, പാഴ്സക്ക്, ന്യൂട്ടൺ മീറ്റർ. പ്രകാശവർഷം, റേഡിയൻ, പാഴ്സക്ക്, ന്യൂട്ടൺ മീറ്റർ. എന്നിട്ട് ആൻസറിന് എഴുതാനായിട്ടുള്ള ഓപ്ഷൻസ്: ഓപ്ഷൻ എ 1 2, ഓപ്ഷൻ ബി 1 3, ഓപ്ഷൻ സി 2 3, ഓപ്ഷൻ ഡി 3 4. ഇതിനകത്ത് നീളത്തിൻ്റെ യൂണിറ്റുകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നീളത്തിൻ്റെ യൂണിറ്റുകൾ പ്രകാശവർഷം, പാർസക് എന്നിവയാണ്. അതുകൊണ്ട് ശരിയായ ഉത്തരം ഓപ്ഷൻ ബി 1 3. 24ാമത്തെ ക്വസ്റ്റ്യൻ, ക്രിക്കറ്റ് കളിയിൽ ഒരു ബാറ്റ്സ്മാൻ പന്ത് തറനിരപ്പിൽ നിന്നും 45 ഡിഗ്രി കോണളവിൽ അടിച്ചാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യത. ഇതിന് പിന്നിലെ ശാസ്ത്രീയ കാരണം ഏറ്റവും ഉചിതമായി വിശദീകരിക്കുന്നത് ഏത് പ്രസ്താവനയാണ് ഏറ്റവും കറക്റ്റായിട്ട് ഈ ശാസ്ത്രീയ കാരണം വിശദീകരിക്കുന്നത് എന്നാണ് ചോദ്യം. 4 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ തിരശ്ചീന വേഗഘടകം പരമാവധി ആയതിനാൽ, ഓപ്ഷൻ ബി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകം പരമാവധി ആയതിനാൽ, 45 ഡിഗ്രി ഓപ്ഷൻ സി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാൽ, ഓപ്ഷൻ ഡി 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ വായു പ്രതിരോധം പൂർണ്ണമായും ഇല്ലാതാകുന്നതിനാൽ. അത് ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. 45 ഡിഗ്രി കോണളവിൽ പന്തടിക്കുമ്പോൾ പന്തിൻ്റെ ലംബ വേഗഘടകവും തിരശ്ചീന വേഗഘടകവും തുല്യമായതിനാലാണ് സിക്സർ ലഭിക്കാൻ ഏറ്റവും സാധ്യതയുള്ളത്. ആൻസർ ഓപ്ഷൻ സി. 25ാമത്തെ ക്വസ്റ്റ്യൻ, ജലലഭ്യത വളരെ കുറഞ്ഞ പ്രദേശങ്ങളിൽ ജലസംരക്ഷണം പരമാവധി ഉറപ്പാക്കിക്കൊണ്ട് ചെടികൾക്ക് കൃത്യമായ അളവിൽ വെള്ളം ലഭിക്കാൻ സഹായിക്കുന്ന ഒരു ജലസേചന രീതിയാണ് തിരിനന. തിരിനനയിൽ താഴെ പറയുന്ന ഏത് ഭൗതിക പ്രതിഭാസമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? 4 ഓപ്ഷൻസ് ആണ്. എ വിസ്കോസിറ്റി, ബി പ്ലവനതത്വം, സി ധാരാരേഖ്യ പ്രവാഹം, ഡി കേശികത്വം. അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി കേശികത്വമാണ്. 26ാമത്തെ ക്വസ്റ്റ്യൻ, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? 26ാമത്തെ ക്വസ്റ്റ്യൻ, അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്?
ഇതിന് 3 പ്രസ്താവനകൾ നൽകിയിട്ടുണ്ട്. അതിനുശേഷം 4 ഓപ്ഷൻസും നൽകിയിട്ടുണ്ട്. ഒന്നാമത്തെ പ്രസ്താവന, അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. രണ്ടാമത്തെ പ്രസ്താവന, അവിശ്വാസ പ്രമേയത്തിന് സ്പീക്കറുടെ അനുമതി ആവശ്യമാണ്. മൂന്നാമത്തെ പ്രസ്താവന, 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ഇനി ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ 1 ഉം 2 ഉം മാത്രം, ഓപ്ഷൻ ബി 2 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ സി 1 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ ഡി 1 ഉം 2 ഉം 3 ഉം, അതായത് മുകളിൽ പറഞ്ഞവയല്ല. എൻ്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, 1 ഉം 3 ഉം. അവിശ്വാസ പ്രമേയം പാസ്സായാൽ പകരം മന്ത്രിസഭ നിലവിൽ വരുന്നതുവരെ നിലവിലെ മന്ത്രിസഭ തുടരുന്നു. അത് ശരിയല്ല. പിന്നെ മൂന്നാമത്തെ പ്രസ്താവന, 2 അവിശ്വാസ പ്രമേയങ്ങൾ തമ്മിലുള്ള കാലയളവ് 3 മാസമായിരിക്കും. ഈ പ്രസ്താവനയും ശരിയല്ല. ഈ ഒന്നാമത്തെ പ്രസ്താവനയും മൂന്നാമത്തെ പ്രസ്താവനയും തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയായിട്ടുള്ളത്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ഉം മാത്രം. 27ാമത്തെ ക്വസ്റ്റ്യൻ, മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏത്? മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏത്? 3 പ്രസ്താവനകളാണ് കൊടുത്തിരിക്കുന്നത്. ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു. രണ്ടാമത്തത് കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു. മൂന്നാമത്തത് മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. അതിൻ്റെ ഓപ്ഷൻസ്, ഓപ്ഷൻ എ 2 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ ബി 2 ഉം 3 ഉം മാത്രം, ഓപ്ഷൻ സി 1 ഉം 3 ഉം മാത്രം. അതിനകത്ത് ശരിയായത് ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ഭരണകൂടത്തിൻ്റെ അധികാരത്തെ നിയന്ത്രിക്കുന്നു, കോടതി മുഖേന സ്ഥാപിച്ചു കിട്ടുന്നു, മൗലിക അവകാശങ്ങളിൽ ചിലത് ഇന്ത്യയിലെ വിദേശ പൗരന്മാർക്കും ലഭ്യമായ അവകാശമാണ്. ഈ 3 പ്രസ്താവനകളും മൗലിക അവകാശങ്ങളുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി 1 ഉം 2 ഉം 3 ഉം ശരിയാണ്, മുകളിൽ പറഞ്ഞവയല്ല. 28ാമത്തെ ക്വസ്റ്റ്യൻ, സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏതു വകുപ്പ് പ്രകാരമാണ്? സംസ്ഥാന ഭരണകൂടത്തെ രാഷ്ട്രപതി പിരിച്ചുവിടുന്നത് ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ്? ഓപ്ഷൻ എ 356, ഓപ്ഷൻ ബി 346, ഓപ്ഷൻ സി 324, ഓപ്ഷൻ ഡി 352. ശരിയായ ആൻസർ ഓപ്ഷൻ എ 356 ആണ്. 29ാമത്തെ ക്വസ്റ്റ്യൻ, സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? സ്വത്തവകാശം എന്ന നിയമപരമായ അവകാശം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഓപ്ഷൻ എ 299A, ഓപ്ഷൻ ബി 300A, ഓപ്ഷൻ സി 301A, ഓപ്ഷൻ ഡി 302A. അതിൻ്റെ ആൻസർ, ശരിയായ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി 300A ആണ്. സ്വത്തവകാശം 300A എന്ന വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 4A, ഓപ്ഷൻ ഡി 3A. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 4A. 31ാമത്തെ ക്വസ്റ്റ്യൻ, വിഖ്യാത ചലച്ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ എം രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി, ഓപ്ഷൻ ബി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ഓപ്ഷൻ സി കേരള സാഹിത്യ അക്കാദമി, ഓപ്ഷൻ ഡി കേരള സംഗീത നാടക അക്കാദമി. എൻ്റെ ആൻസർ ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. 32ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഷെഫാലി വർമ്മ, ഓപ്ഷൻ ബി സ്മൃതി മന്ദാന, ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ, ഓപ്ഷൻ ഡി ദീപ്തി ശർമ്മ. ആൻസർ ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ. 33ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് എ എസ് ഹരീഷ്, ഓപ്ഷൻ ബി ടി രാമകൃഷ്ണൻ, ഓപ്ഷൻ സി ഫ്രാൻസിസ് നെറോണ, ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രനാണ്. ആൻസർ ഓപ്ഷൻ ഡി. 34ാമത്തെ ക്വസ്റ്റ്യൻ, ക്ഷേത്ര
സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ മുടിയേറ്റ്, ഓപ്ഷൻ ബി സർപ്പംതുള്ളൽ, ഓപ്ഷൻ സി മോഹിനിയാട്ടം, ഓപ്ഷൻ ഡി കാക്കരശ്ശി നാടകം. ഓപ്ഷൻ സി മോഹിനിയാട്ടമാണ് ശരിയായ ആൻസർ. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഓപ്ഷൻ സി മോഹിനിയാട്ടം. 35-ാമത്തെ ക്വസ്റ്റ്യൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ എ സാക്ഷരതാ മിഷൻ, ഓപ്ഷൻ ബി മലയാളം മിഷൻ, ഓപ്ഷൻ സി സ്ക്രോൾ കേരള, ഓപ്ഷൻ ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മലയാളം മിഷൻ. 36-ാമത്തെ ക്വസ്റ്റ്യൻ. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതി ഏത്? ഓപ്ഷൻ എ സ്നേഹാരാമം പദ്ധതി, ഓപ്ഷൻ ബി നവജീവൻ പദ്ധതി, ഓപ്ഷൻ സി സമാശ്വാസം പദ്ധതി, ഓപ്ഷൻ ഡി സമന്വയ പദ്ധതി. ഓപ്ഷൻ എ സ്നേഹാരാമ പദ്ധതി. ആൻസർ ഓപ്ഷൻ എ സ്നേഹാരാമ പദ്ധതി. മാലിന്യമുക്ത കേരളത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്നേഹാരാമ പദ്ധതി. 37-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ സൂചിപ്പിച്ചിരിക്കുന്നതിൽ ഏത് ഹോർമോണാണ് സ്ത്രീ ശരീരത്തിൽ ഗർഭകാലത്ത് മാത്രം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ഓപ്ഷൻ എ തൈറോക്സിൻ, ഓപ്ഷൻ ബി ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ, ഓപ്ഷൻ സി ഈസ്ട്രജൻ, ഓപ്ഷൻ ഡി പ്രൊജസ്റ്ററോൺ. എൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഹ്യൂമൻ കൊറിയോണിക് ഗൊണാഡോട്രോപ്പിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. 38-ാമത്തെ ക്വസ്റ്റ്യൻ. ജലദോഷത്തിന് കാരണമായ രോഗകാരി ഏതാണ്? ഓപ്ഷൻസ് റൈനോ വൈറസ്, HIV വൈറസ്, സ്ട്രെപ്റ്റോകോക്കസ്, ബാക്ടീരിയോഫേജ്. ശരിയായ ആൻസർ ഓപ്ഷൻ എ റൈനോ വൈറസ് ആണ്. 39-ാമത്തെ ചോദ്യം. യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ അടിഞ്ഞുകൂടുന്നത് മൂലമുണ്ടാകുന്ന സന്ധിവീക്കം താഴെ സൂചിപ്പിച്ചിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ എ ആർത്രൈറ്റിസ്, ഓപ്ഷൻ ബി ഗൗട്ട്, ഓപ്ഷൻ സി ടെറ്റനി, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ഇത് ശരിയായ ആൻസർ ഓപ്ഷൻ ബി ഗൗട്ടാണ്. 40-ാമത്തെ ക്വസ്റ്റ്യൻ. മലേറിയ രോഗം പരത്തുന്ന കൊതുക് ഏത് വിഭാഗത്തിൽപ്പെടുന്നു? ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്, ഓപ്ഷൻ ബി ഇഡീസ് കൊതുക്, ഓപ്ഷൻ സി ഫീമെയിൽ ക്യൂലെക്സ് കൊതുക്, ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല. ശരിയായ ആൻസർ മലേറിയ രോഗം പരത്തുന്ന കൊതുക് എന്ന് പറയുന്നത് ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുകാണ്. ഓപ്ഷൻ എ ഫീമെയിൽ അനോഫിലസ് കൊതുക്. 41-ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങൾ ഏതെല്ലാം? 4 ലക്ഷ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം. ഇവയെല്ലാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ഇവയെല്ലാമാണ്. സാമ്പത്തിക വളർച്ച, സ്വാശ്രയത്വം, നീതി, നവീകരണം എന്നിവയെല്ലാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. ശരിയായ ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം. 30-ാമത്തെ ക്വസ്റ്റ്യൻ. മൗലിക കടമകൾ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾക്കൊള്ളുന്നത്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 4A, ഓപ്ഷൻ ഡി 3A. എൻ്റെ ആൻസർ ഓപ്ഷൻ സി 4A. 31-ാമത്തെ ക്വസ്റ്റ്യൻ. വിഖ്യാത ചലച്ചിത്രകാരൻ രാജാ രവിവർമ്മയുടെ പുത്രനായ M. രാമവർമ്മ രാജ ആദ്യ ചെയർമാനായ അക്കാദമി ഏതാണ്? ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി, ഓപ്ഷൻ ബി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി, ഓപ്ഷൻ സി കേരള സാഹിത്യ അക്കാദമി, ഓപ്ഷൻ ഡി കേരള സംഗീത നാടക അക്കാദമി. എൻ്റെ ആൻസർ ഓപ്ഷൻ എ കേരള ലളിതകലാ അക്കാദമി. 32-ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഇന്ത്യ ആദ്യ വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് കിരീടം നേടിയപ്പോൾ ടീം ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ എ ഷെഫാലി വർമ്മ, ഓപ്ഷൻ ബി സ്മൃതി മന്ദാന, ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ, ഓപ്ഷൻ ഡി ദീപ്തി ശർമ്മ. ആൻസർ ഓപ്ഷൻ സി ഹർമൻപ്രീത് കൗർ. 33-ാമത്തെ ക്വസ്റ്റ്യൻ. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ കരസ്ഥമാക്കിയ മനുഷ്യന് ഒരാമുഖം എന്ന കൃതിയുടെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് എ എസ് ഹരീഷ്, ഓപ്ഷൻ ബി
TD രാമകൃഷ്ണൻ. ഓപ്ഷൻ സി ഫ്രാൻസിസ് നെറോണ. ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രൻ. മനുഷ്യനൊരു ആമുഖം എന്ന കൃതിയുടെ രചയിതാവ് ഓപ്ഷൻ ഡി സുഭാഷ് ചന്ദ്രനാണ്. ആൻസർ ഓപ്ഷൻ ഡി. 34ാമത്തെ ക്വസ്റ്റ്യൻ. ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ക്ഷേത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായി AD 6-ാം ശതകം മുതൽ കേരളത്തിൽ നിലനിന്നിരുന്ന ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഏതാണ്? ഓപ്ഷൻ എ മുടിയേറ്റ്. ഓപ്ഷൻ ബി സർപ്പന്തുള്ളൽ. ഓപ്ഷൻ സി മോഹിനിയാട്ടം. ഓപ്ഷൻ ഡി കാക്കരശ്ശി നാടകം. ഓപ്ഷൻ സി മോഹിനിയാട്ടമാണ് ശരിയായ ആൻസർ. ദേവദാസി സമ്പ്രദായത്തിൽ നിന്ന് ഉത്ഭവിച്ചതെന്ന് കരുതപ്പെടുന്ന കലാരൂപം ഓപ്ഷൻ സി മോഹിനിയാട്ടം. 35ാമത്തെ ക്വസ്റ്റ്യൻ. ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് മാതൃഭാഷാ പഠനത്തിന് അവസരം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാരിൻ്റെ സാംസ്കാരിക വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന സംരംഭം ഏതാണ്? ഓപ്ഷൻ എ സാക്ഷരതാ മിഷൻ. ഓപ്ഷൻ ബി മലയാളം മിഷൻ. ഓപ്ഷൻ സി സ്ക്രോൾ കേരള. ഓപ്ഷൻ ഡി കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട്. അതിൻ്റെ ശരിയായ ഉത്തരം ഓപ്ഷൻ ബി മലയാളം മിഷൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ. കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത് ഏത്? 4 ധർമ്മങ്ങൾ കൊടുത്തിട്ടുണ്ട്. 1 കറൻസി നോട്ട് അടിച്ചിറക്കുക. 2 ബാങ്കുകളുടെ ബാങ്ക്. 3 നികുതി നിരക്ക് നിശ്ചയിക്കുക. 4 ഗവൺമെൻറ്റിൻ്റെ ബാങ്ക്. ഇതിനകത്ത് ധർമ്മങ്ങളിൽ പെടാത്തത് ആണെന്നാണ്. RBIയുടെ ധർമ്മങ്ങളാണ് 1 കറൻസി നോട്ട് അടിച്ചിറക്കുക, ബാങ്കുകളുടെ ബാങ്ക്, ഗവൺമെൻറ്റിൻ്റെ ബാങ്ക് എന്നിവയൊക്കെ. ധർമ്മമല്ലാത്തത് നികുതി നിരക്ക് നിശ്ചയിക്കുക എന്നതാണ്. അതുകൊണ്ട് ഓപ്ഷൻ ബി 3 മാത്രം അതാണ് ശരിയായ ആൻസർ. ഓപ്ഷൻ ബി 3 മാത്രം. ആ ഓപ്ഷൻ മാത്രമാണ് കേന്ദ്ര ബാങ്കിൻ്റെ ധർമ്മങ്ങളിൽ പെടാത്തത്. 43ാമത്തെ ക്വസ്റ്റ്യൻ. നീതി ആയോഗുമായി ബന്ധപ്പെട്ട് ശരിയായത് ഏത്? 3 പ്രസ്താവനകളാണ് നൽകിയിട്ടുള്ളത്. ആസ്ഥാന ന്യൂഡൽഹിയിലെ നീതി ഭവനാണ്. രണ്ടാമത്തത് സ്ഥാപിതമായത് 2015 ജനുവരി 1-നാണ്. ഓപ്ഷൻ 3 നിലവിലുള്ള CEO പരമേശ്വരൻ അയ്യർ ആണ്. അതിനകത്ത് ബന്ധപ്പെട്ട് ശരിയായത് ഏതൊക്കെയാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 1, 2, 3. ഓപ്ഷൻ ബി 2, 3. ഓപ്ഷൻ സി 1, 2. ഓപ്ഷൻ ഡി 1, 3. അതിനകത്ത് ശരിയായ ആൻസർ ഓപ്ഷൻ സി 1, 2 ആണ്. 44ാമത്തെ ക്വസ്റ്റ്യൻ. കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യമല്ലാത്ത പ്രസ്താവന ഏതെല്ലാം? 3 പ്രസ്താവനകളുണ്ട്. 1 ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടിംഗ് ശതമാനത്തേക്കാൾ കൂടുതലായിരിക്കും ആ പാർട്ടിക്ക് ലഭിക്കുന്ന സീറ്റുകളുടെ എണ്ണം. രണ്ടാമത്തത് വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും. മൂന്നാമത്തത് വോട്ടിംഗ് ശതമാനം അനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കുന്നു. ഓപ്ഷൻസ് 1, 3, 1, 2. ഓപ്ഷൻ ബി 1, 3. ഓപ്ഷൻ സി 2, 3 മാത്രം. ഓപ്ഷൻ ഡി ഇവയെല്ലാം. അതിനകത്ത് കേവല ഭൂരിപക്ഷ സമ്പ്രദായം എന്ന തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിന് അനുയോജ്യം അല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 2, 3 അതായത് വോട്ടർ വോട്ട് ചെയ്യുന്നത് പാർട്ടി ലിസ്റ്റുകൾക്കായിരിക്കും, വോട്ടിംഗ് ശതമാനത്തിനനുസരിച്ച് നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കും. ഈ 2 പ്രസ്താവനകളും തെറ്റാണ്. കേവല ഭൂരിപക്ഷ സമ്പ്രദായമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനയാണ്. അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ 2, 3. ഓപ്ഷൻ സി 2, 3.